ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഗ്രഹങ്ങൾക്ക് ഓരോ ഭാവകാരകത്വമുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗ്രഹങ്ങൾക്കുള്ള സ്വാധീനം. അതിൽ ഒന്നാമതായിട്ട് സൂര്യനാണ്. സൗരയുധത്തിൽ സൂര്യനെ ചുറ്റിയാണ് ഓരോ ഗ്രഹങ്ങളും ബലം വയ്ക്കുന്നത്. ഓരോ ഓർബിറ്റിലും വ്യത്യസ്ത അളവിൽ, വ്യത്യസ്ത അകലത്തിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവ്വതിൻ്റെയും സവിതാവാണ് സൂര്യൻ. ഗ്രഹങ്ങളുടെ എല്ലാം മധ്യബിന്ദുവാണ് സൂര്യൻ. സൂര്യനെ ചുറ്റിയാണ് ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ. ആത്മകാരകത്വം വഹിക്കുന്നത് സൂര്യനാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആത്മാവിൻ്റെ കാരകത്വം വഹിക്കുന്ന, അഭിമാനത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ. ജീവകാരകനാണ്. പൗരുഷത്തിൻ്റെ റോയലായിട്ടുള്ള രാജാവ്, റോയലായിട്ടുള്ള എല്ലാം സൂര്യനാണ് പ്രതിദാനം ചെയ്യുന്നത്. സൂര്യനെ കൊണ്ടാണ് അത് ചിന്തിക്കുന്നത്. ബർത്തിനും ഡെത്തിനും ഇടയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇത്. അച്ഛൻ, രാജാവ്, മഹാദേവൻ, പ്രാണൻ, അസ്ഥികൾ, ദന്തനിര, മുകളിലത്തെ ദന്തനിര, സ്പൈനൽ കോഡ് എന്നിവ എല്ലാം സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. സൂര്യനാണ് ഇതിൻ്റെ എല്ലാം കാരകത്വം. നമ്മുടെ അച്ഛൻ, രാജാവ്, മഹാദേവനെ ചിന്തിക്കുന്നത് ഇതെല്ലാം സൂര്യനെ കൊണ്ടാണ്. പ്രാണനെ, ആത്മാവിനെ, തല ഉയർത്തി നിൽക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ, തല താഴ്ത്താതെ ഉയർത്തി നിൽക്കുന്ന, നെഞ്ചൊക്കെ വിരിച്ച് നിൽക്കുന്ന ഒരാളിനെ നമ്മൾ കാണുകയാണെങ്കിൽ അത് അവരുടെ ജാതകത്തിലെ സൂര്യൻ്റെ ഉച്ചരാശിത്വം, അതേപോലെയുള്ള സൂര്യൻ്റെ നല്ല ബലത്തിലുള്ള രാശിയിലുള്ള നക്ഷത്ര ജാതകനായതുകൊണ്ടാണ് അങ്ങനെയുള്ള പെരുമാറ്റം കാണപ്പെടുന്നത്. അങ്ങനെയുള്ളവരിലാണ്, സൂര്യൻ ബലവാനായിട്ടുള്ള ജാതകരിലാണ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതും, നെഞ്ചു വിരിച്ച് നിൽക്കുന്നതും, ഒരു ഗർവ് കാണിക്കുന്നതും, സ്പെഷ്യാലിറ്റി, ഈഗോയുടെ സൂചന നൽകുന്നതും ആദിത്യനാണ്. മനുഷ്യരിലെ ഈഗോ, അതാണ് പ്രധാന കാരണം. അതിൻ്റെ കാരകത്വം സൂര്യനാണ്. പൗരുഷത്തിൻ്റെ കാരകത്വം, റോയലായിട്ടുള്ള എല്ലാം, കോൺഫിഡൻസ്, നല്ല വ്യക്തിത്വം, ലീഡർഷിപ്പ്, ആളുകളുടെ ഇടയിലുള്ള ലീഡർഷിപ്പ്, റോയൽറ്റി, കമാൻഡിങ് പവർ, ഗർവ്, ഇതെല്ലാം ആദിത്യൻ്റെ സ്വാധീനം കൊണ്ട്, രവിയുടെ സ്വാധീനമാണ്. ഇവ എല്ലാം കാണപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ ലീഡർഷിപ്പ്, നല്ല രാഷ്ട്രീയ രീതി, മുൻനിര നേതാവ്, കോപ്പർ പോലുള്ള വസ്തുക്കൾ,
കിഴക്ക് ദിക്ക്, ഇതെല്ലാം ആദിത്യൻ്റെ രീതിയിലുള്ളതാണ്, സൂചനയിലുള്ളതാണ്. സൈനിങ് അതോറിറ്റി, സർക്കാർ ജോലി, രാഷ്ട്രീയ നേതാക്കൾ, കാഴ്ചശക്തിയെക്കുറിച്ച്, പല്ലും എല്ലും, ഹൃദയത്തിൻ്റെ പമ്പിങ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്, ഇൻഡിവിജ്വാലിറ്റി, ഒരാളുടെ ക്യാരക്ടർ, എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശേഷി, കുടുംബ മഹിമ, ആഢ്യത്വം എന്നൊക്കെ കാണിക്കല്ലേ, ആഢ്യത്വം, ഞാൻ ഇന്ന കുടുംബത്തിൽ പിറന്ന ആളാണ് എന്നുള്ള രീതിയിലുള്ള ആഢ്യത്വം ഒക്കെ കാണിക്കുന്നതും, കുടുംബ മഹിമ കാണിക്കുന്നതും, എന്തിനേയും പ്രതികരിക്കാനുള്ള പ്രതിരോധ ശേഷിയുള്ളതും ആദിത്യൻ ബലവാനായി നിൽക്കുന്ന ആളിൻ്റെ ജാതകത്തിലാണ്. ഇങ്ങനെയുള്ള സ്വഭാവ രീതിയെല്ലാം ആദിത്യൻ ബലവാനായിട്ട് നിൽക്കുന്നവരാണ് കാണിക്കുന്നത്. അവർ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിനും നിൽക്കുകയില്ല. കളിയാക്കുന്നത് ഇഷ്ടമല്ല, അവർക്കാരെയും കളിയാക്കാം, തിരിച്ച് കളിയാക്കുന്നത് സഹിക്കില്ല. ഈഗോ സ്പെഷ്യാലിറ്റി, ഈഗോ മുൻനിരയിൽ കാണിക്കുന്നതാണ് സൂര്യൻ ബലവാനായിട്ടുള്ളത്. തല ഉയർത്തു നിൽക്കുക. അങ്ങനെയുള്ള റോയൽറ്റി മനോഭാവം സൂര്യൻ 6, 8, 12 ഭാവങ്ങളിലൊക്കെ കാലപുരുഷൻ്റെ 6, 8, 12 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നത് ഇതാണ്. സിംഹത്തെ പോലെ ഉയർന്നു നിൽക്കും. ടയേർഡാകും, അതുപോലെ പെട്ടെന്ന് പ്രതികരിക്കും. സെൽഫിഷ്നെസ് ഉണ്ടാകും. സൂര്യൻ മോശമായിട്ട് ബന്ധപ്പെട്ടാൽ സിംഹത്തെ പോലെ ടയേർഡായി പോകും, സെൽഫിഷ്നെസ് ഉണ്ടാകും, ആരെയും അംഗീകരിക്കില്ല, സെൽഫായ ഒരു മെൻറ്റാലിറ്റി, ഞാനെന്ന തോന്നൽ, ഇതെല്ലാം ഉണ്ടാവുന്നത് ഇതിലൂടെയാണ്. ഗവൺമെൻറ്റായിട്ടുള്ള സെൽഫായ ഗവൺമെൻറ്, രാജഋഷികളെല്ലാം ആദിത്യനാണ്. രാജഋഷികൾ, ഋഷിവര്യന്മാർ ഒക്കെ ആദിത്യ നിരയിൽപ്പെട്ടതാണ്. ക്ഷത്രിയന്മാരായിട്ടുള്ള പരശുരാമൻ, ശ്രീരാമൻ, സൂര്യവംശജരായിട്ടുള്ളവരാണ് ശ്രീരാമൻ. ക്ഷത്രിയരായിട്ടുള്ളവരെല്ലാം പരാശര മഹർഷിയുടെ ഭാഷയിൽ ക്ഷത്രിയരാണ്. സൂര്യൻ രാജാവാണ്. ആത്മാഭിമാനം നിലനിർത്തുക എന്നുള്ളത് അവരുടെ കർത്തവ്യമാണ്. ശ്രീരാമനെ പോലെ സ്വയം നശിച്ചാലും തൻ്റെ സ്വാർത്ഥത നേടിയെടുക്കുക, ആത്മാഭിമാനം കോട്ടം വരരുത്. സ്വയം നശിച്ചാലും ആത്മാഭിമാനം നിലനിർത്തുക, അത് ആദിത്യൻ്റെ ബലവായ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഇവരുടെ ജാതകത്തിൽ അനുഭവപ്പെടുന്നതാണ്, വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യമാണ്. സ്വയം നശിച്ചാലും ശരി തന്നെ ആത്മാഭിമാനത്തിന് കോട്ടം വരാത്ത രീതിയിൽ അവർ നിലനിൽക്കും, ആത്മാഭിമാനത്തെ സംരക്ഷിക്കും. ജീവൻ വെടിഞ്ഞാലും പട്ടാളക്കാരെ പോലെ സ്വാർത്ഥത നേടിയെടുക്കുന്നവരാണ്. അതുപോലെ ബലവാനായിട്ടുള്ള സൂര്യൻ
ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ മേടം 1 മുതൽ 10 വരെ 10-ാം ഉദയം പൂർണ്ണ ബലവാനായിട്ട് സൂര്യൻ നിൽക്കുന്ന മധ്യത്തിൽ വരുന്ന ഭൂമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ഉച്ചരാശിയിൽ നിൽക്കുന്ന ദിവസമാണ് 10-ാം ഉദയം. എന്നാണ് സൂര്യൻ ഒത്ത മധ്യത്തിൽ വരുന്നത്. ആ ദിവസത്തിലേക്ക് ജനനം രാജാവിന് തുല്യമായിട്ടുള്ള ജനനമായിരിക്കും. രാജതുല്യമായിട്ടുള്ള പദവിയൊക്കെ ലഭിക്കുന്ന ജനനം. മേടം 1-നും 10-നും ഇടയ്ക്കുള്ള ജനനം സൽകീർത്തി, ആത്മാഭിമാനം എല്ലാം ഉണ്ടാക്കിത്തരുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ജനനമായിരിക്കും. പാണ്ഡിത്യം, ജ്ഞാനം എല്ലാം ലഭ്യമാകുന്ന, ഉന്നതിയിലെത്തുന്ന, ഈഗോയ്ക്ക് കാരണമാകുന്ന, ആ ഈഗോയെ നിലനിർത്തി മാറ്റി നിർത്തിയാൽ ഏറ്റവും ഉചിതമാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഈഗോ ഇവരെ കടന്നു പിടിക്കാറുണ്ട്. അത് അവരവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് താന്ന് കൈകാര്യം ചെയ്താൽ ഏറ്റവും ഉയർന്ന പടിയിൽ എത്താൻ സാധിക്കും. അതിലാണ് അവർ താഴ്ന്നു പോകുന്നത്. സെൽഫിഷ്നെസ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ മഹാദേവനെ ചിന്തിക്കുന്നതും സൂര്യൻ പരമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾക്ക് മഹാദേവ ക്ഷേത്ര ദർശനം ഏറ്റവും ഉത്തമമാണ്. ഞായറാഴ്ചകളിൽ ഇതെല്ലാം സൂര്യനെ കൊണ്ട് ആത്മകാരകനായിട്ടുള്ള, ഊർജത്തിൻ്റെ ഉറവിടമായിട്ടുള്ള സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്ന വ്യക്തി ജീവിതത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.